ചക്കക്കുരു മീനിട്ട് ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടത് ചക്കക്കുരു അവിടെ ചെറിയ കഷ്ണങ്ങളാക്കി ഇവിടെ അരിഞ്ഞ് കഴുകിയുടെ വെച്ചിട്ടുണ്ട്. മീനും തന്നെ ഒക്കെ ചെറുക്ക കളഞ്ഞിവിടെ അരിഞ്ഞ് കഴുകി ഇവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വേണ്ട പൊടികൾ: 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ പെരുംജീരകം, ആവശ്യത്തിന് ഉപ്പ്, ഒരു പച്ചമുളക്, 2-3 വെളുത്തുള്ളി. അതിലേക്ക് ഓയിൽ, വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളം. അപ്പോൾ നമുക്ക് നമ്മുടെ പണി തുടങ്ങാം കേട്ടോ. അപ്പോൾ നമ്മൾ ചക്കക്കുരു കിട്ടും. വെള്ളം, ഒരു പാത്രം വെള്ളം കേട്ടോ. നമ്മൾ ചക്കക്കുരു വേവിക്കാം. അടച്ച് വെച്ചാൽ കേട്ടോ. അതാട്ടോ നമ്മൾ ചക്കക്കുരു തിളച്ചു. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. വെയിലുപ്പുണ്ടായതുകൊണ്ട് ചക്കക്കുരു കുറച്ച് മതി. ഒന്ന് ഇളക്കി ഒന്ന് വേവിക്കാം. അപ്പോൾ അതാട്ടോ നമ്മുടെ ചക്കക്കുരു ഇവിടെ വെന്തിവിടെ കഴിഞ്ഞിട്ടുണ്ട്. ചക്കക്കുരു എല്ലാം സൂപ്പറായി വെന്തിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തേക്ക് വയ്ക്കാം. കേട്ടോ, കറി വേണ്ടതുകൊണ്ടാണ് അത്ര വെള്ളം വെച്ചത്. ഞങ്ങൾ പാത്രം അടുപ്പത്ത് വെച്ചു. അതിലേക്ക് നമുക്ക് ചട്ടി ചൂടായി നമുക്ക് ഓയിൽ കേട്ടോ. ഓയിൽ ചൂടാം. വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, പച്ചമുളക്, മൂത്തിടാം കേട്ടോ. വേവിച്ച് വെച്ച നമ്മുടെ ചക്കക്കുരു വെച്ച് കൊടുക്കാം. തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ മീനിട്ട് കൊടുക്കാം. കഴുകി വൃത്തിയാക്കിയ നമ്മുടെ കുട്ടമീൻ നമുക്ക് ഇട്ടിട്ട് കൊടുക്കാം. ഇന്ന് നമുക്ക് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. അപ്പോൾ നമ്മുടെ ഉണക്കമീനും ചക്കക്കുരും മസാലയൊക്കെ ഇട്ട് നല്ല അടിപൊളി കറി ഇവിടെ റെഡിയായി. ഇത് ചോറിൻ്റെ കൂടെ തിന്നാൻ നല്ല രസമാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തൊന്ന് നോക്കുക. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ.